മീൻ കിട്ടിയ ദിവസം എന്റെ മുഖത്തൊരു പ്രത്യേക സന്തോഷമായിരിക്കും. അത് വേറൊന്നും കൊണ്ടല്ല, ഞാനൊരു മീൻ കൊതിച്ചി ആയതുകൊണ്ട് തന്നെ ആയിരിക്കും കേട്ടോ. ഇന്ന് കിട്ടിയ ഈ മീനിന് ഇവിടെ പറയുന്ന പേര് ദണ്ടാന്നാന്നേ. പിന്നെ കുറച്ച് നല്ല നാടൻ പയറും കൂടി കിട്ടിയിട്ടുണ്ട്. പയർ മുറിക്കുന്ന കാര്യം നമ്മളെ വസന്തമ്മ ഏറ്റെടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും വസന്തമ്മ വന്നിട്ടുണ്ടോ എന്നല്ലേ? ഇല്ല, ഇത് വസന്തമ്മ ഉണ്ടായ സമയത്ത് ഞാൻ എടുത്തു വെച്ച വീഡിയോ ആണ് കേട്ടോ. ആ സമയത്ത് ഞാൻ ഉപയോഗിച്ചുകൊണ്ടായ ഫോണിന്റെ ഡിസ്പ്ലേ പോയിട്ട് എന്റെ വീഡിയോസ് എല്ലാം റിക്കവർ ആയി കിട്ടിയത് ഇപ്പൊ ആണ്. അതുകൊണ്ട് വസന്തമ്മേനെ മിസ് ചെയ്തിരിക്കുന്നവർക്കെല്ലാം ഒന്ന് കാണാൻ പറ്റിയല്ല. മുമ്പേ എനിക്ക് മീൻ മുറിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇഷ്ടമാണ്. ഈ മീനാണെങ്കിൽ അധികം പണിയെടുക്കേണ്ടി വന്നിട്ടാ വേഗം അങ്ങ് മുറിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിടുന്നുണ്ട്. ഇന്ന് നല്ല തേങ്ങ അരച്ച് കറി വെക്കാനാന്ന് പോകുന്നത്. ഞാൻ മീനെല്ലാം മുറിച്ച് വരുമ്പോഴത്തേനും വസന്തമ്മ പയറ് വറവാക്കാനുള്ള പരിപാടിയെല്ലാം തുടങ്ങിയിട്ടുണ്ടായിനി. അമ്മ പയറ് വറവില് മുളക് പൊടി ഇടും കേട്ടാ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാല്. പിന്നെ ഞാൻ മീൻ കറിയാക്കാനുള്ള പരിപാടിയെല്ലാം അങ്ങ് തുടങ്ങി. അങ്ങനെ പൊടികളെല്ലാം ചേർത്ത് കൊടുത്തിട്ട് പുളിവെള്ളം ഒഴിച്ചിട്ട് ഇതാ മീനിന്റെ കഷ്ണങ്ങളും അങ്ങ് വറക്കി ഇട്ട് കൊടുക്കുന്നുണ്ട്. അനിയേട്ടന് ഇഷ്ടം തേങ്ങ അരച്ച് കുറുകിയ മീൻകറിയാണ്. എനിക്കും ഇഷ്ടം തന്നെ, പക്ഷെ എനിക്ക് കൂടുതൽ ഇഷ്ടം പറങ്കിയും കുരുമുളകും പുളിയെല്ലാം ചേർത്തിട്ട് വറ്റിച്ചു വെക്കുന്ന മീൻകറിയില്ലേ, അതാണ്. അങ്ങനെ വസന്തമ്മേന്റെ സ്പെഷ്യൽ പയറുപ്പേരിയും എന്റെ സ്പെഷ്യൽ മീൻകറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇന്നലത്തെ ബാക്കി കുറച്ച് കക്കിരിക്കപ്പരക്കും കൂടി ഉണ്ടായിനി. പിന്നെ കുറച്ച് മീൻകറിയും വറവും ലേഖമ്മക്കും കൂടി കൊണ്ടു കൊടുത്തുട്ടാ.